നമസ്കാരം, ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ സിനിമയിൽ സൂപ്പർ താരങ്ങളുടെ നായികയായി ഒരു കാലത്ത് തെളിങ്ങിയ താരമാണ് രാധിക ശരത് കുമാർ. വിവാഹശേഷവും നടി സിനിമകളിൽ സജീവമായി അഭിനയിച്ചിരുന്നു. സഹനടിയായും അമ്മവേഷങ്ങളിലുമാണ് രാധിക ശരത് കുമാർ കൂടുതലായും ഇപ്പോൾ അഭിനയിക്കുന്നത്. ദിലീപിന്റെ രാമലീലയിലൂടെ മലയാളത്തിലേക്കും നടി ശ്രദ്ധേയമായ തിരിച്ചുവരവ് നടത്തിയിരുന്നു. മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഇട്ടിമാണിയിൽ ഒരു പ്രധാന വേഷത്തിൽ രാധിക ശരത് കുമാർ അഭിനയിക്കുന്നുണ്ട്. ലൂസിഫറിന് ശേഷം മോഹൻലാലിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്ന പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഇട്ടിമാണി മേഡ് ഇൻ ചൈന. സൂപ്പർ താരങ്ങളെക്കുറിച്ച് നടി ട്വിറ്ററിൽ കുറിച്ച കാര്യങ്ങൾ വൈറലായി മാറിയിരുന്നു. ലൂസിഫറിന്റെ വിജയത്തിന് പിന്നാലെ മോഹൻലാലിനെ നായകനാക്കി നവാഗതനായ ജിജി, ജോജു തുടങ്ങിയവർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഇട്ടിമാണി മേഡ് ഇൻ ചൈന. ഹണി റോസ് നായികാവേഷത്തിലെത്തുന്ന ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ടാണ് രാധിക ശരത് കുമാറും എത്തുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ ദിവസമായിരുന്നു ആരംഭിച്ചത്. തൃശൂർക്കാരനായി ലാലേട്ടൻ ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് ഇട്ടിമാണി മേഡ് ഇൻ ചൈന. ഒരു മുഴുനീള കോമഡി ചിത്രമായിരിക്കും ഇട്ടിമാണിയെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ലൂസിഫർ പ്രൊമോഷൻ പരിപാടികൾക്കിടയിലെല്ലാം ഇട്ടിമാണിയുടെ ഗെറ്റപ്പിലായിരുന്നു ലാലേട്ടനെ കണ്ടിരുന്നത്. ലൂസിഫറിന് ശേഷമുള്ള അടുത്ത ഹിറ്റ് ചിത്രമായി ഇട്ടിമാണി മാറുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേസമയം വർഷങ്ങളുടെ ഇടവേള കഴിഞ്ഞ് മോഹൻലാലിനൊപ്പം വീണ്ടും ഒന്നിച്ചതിന്റെ സന്തോഷമായിരുന്നു രാധിക ശരത് കുമാർ പങ്കുവച്ചത്. 34 വർഷങ്ങൾക്ക് ശേഷമാണ് സൂപ്പർ താരത്തിനൊപ്പം ഒരു ചിത്രത്തിൽ നടി അഭിനയിക്കുന്നത്. രാമലീലയുടെ വൻ വിജയത്തിന് ശേഷം രാധിക മലയാളത്തിൽ അഭിനയിക്കുന്ന സൂപ്പർ താര ചിത്രം കൂടിയാണ് ഇട്ടിമാണി മേഡ് ഇൻ ചൈന. മോഹൻലാലിനൊപ്പം പുതിയ ചിത്രത്തിൽ അഭിനയിക്കുന്നതിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് രാധിക ശരത് കുമാർ പറയുന്നു. കൂടുതൽ അഭിമാനിക്കുന്നത് ഞാൻ സിനിമ സ്വീകരിച്ചതിന് അദ്ദേഹം നന്ദി പറഞ്ഞതുകൊണ്ടാണ്. മോഹൻലാലിന് ഒപ്പമല്ലായിരുന്നുവെങ്കിൽ ഈ സ്ക്രിപ്റ്റ് ഒരിക്കലും ചെയ്യില്ലായിരുന്നു. രാധിക തന്റെ ട്വിറ്റർ പേജിൽ ഇങ്ങനെയാണ് കുറിച്ചത്: കുന്നംകുളമാണ് ഇട്ടിമാണി മേഡ് ഇൻ ചൈനയുടെ പ്രധാന ലൊക്കേഷനുകളിൽ ഒന്നായി മാറുക. കുന്നംകുളത്തിന് പുറമെ ചൈനയിലും സിനിമയുടെ ചിത്രീകരണം ഉണ്ടാവുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. വിനു മോഹൻ, ധർമ്മജൻ, ഹരീഷ് കണാരൻ, രാധിക ശരത് കുമാർ തുടങ്ങിയവർ ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾക്ക് പേരുകേട്ട കുന്നംകുളവും ചെലവ് കുറഞ്ഞ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്ക് പേരുകേട്ട ചൈനയും ഈ ചിത്രത്തിൽ എങ്ങനെ വരുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ. എന്തായാലും ഇട്ടിമാണി സൂപ്പർ ഹിറ്റായി മാറുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ.